ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പോൾ നമ്മൾ SSC CPO റാപ്പിഡ് ഫയർ സീരീസിൻ്റെ ഡേ 11 വീഡിയോയിലേക്കാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഡേ 10 വരെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡേ 10 വരെ ആകുമ്പോൾ നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 100 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സും പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും കൃത്യമായിട്ട് റിവൈസ് ചെയ്താൽ ഇപ്രാവശ്യത്തെ CPO തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ 10 ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സും നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the formula of barium peroxide? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ Ba2O2, BaSO4, BaO, BaO2. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് BaO2 ആണ്. ബാരിയം പെറോക്സൈഡ് എന്നാണ് പറഞ്ഞത്, 2 ഓക്സൈഡ്. അപ്പോൾ BaO2 ആണ് നമ്മളെ ആൻസർ വരുന്നത്. ഇനി അതുമായിട്ട് നോക്കുകയാണെങ്കിൽ ബാരിയം പെറോക്സൈഡ് എന്ന് പറഞ്ഞ കെമിക്കൽ ഫോമുല നമ്മൾ പറഞ്ഞു BaO2 ആണ്. അതുപോലെ ഇതൊരു ഗ്രേയിഷ് വൈറ്റ് ഗ്രാനുലാർ സോളിഡ് ആണ്. അതുപോലെ ഇതെന്താ നോൺ കമ്പസ്റ്റബിൾ കെമിക്കൽ കൂടിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഒരു കമ്പസ്റ്റബിൾ മെറ്റീരിയലാണ്. അതെന്ത് ചെയ്യും, കമ്പസ്റ്റ് ചെയ്യാനുള്ള റേറ്റ് ആക്സലറേറ്റ് ചെയ്യും ഈ ബാരിയം പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പം. അതുപോലെ തന്നെ ഇതൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് മേക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ അലൂമിനിയം വെൽഡിങ്, അതുപോലെ ടെക്സ്റ്റൈൽ ഡൈ, ഇതിനൊക്കെ ആയിട്ട് അത് ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു ബാരിയം പെറോക്സൈഡിൻ്റെ കെമിക്കൽ ഫോമുല തന്നെ BaO2 ആണ്. അപ്പോൾ പിന്നെ BaO എന്തിനാണ് വരുന്നത്? BaO എന്ന് പറയുന്നത് ബാരിയം ഓക്സൈഡ്. ബാരിയം ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറഞ്ഞാൽ BaO ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് റിവർ ലെങ്ത്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഗംഗ, ഗോദാവരി, കൃഷ്ണ, യമുന. അടുത്തത് ഗംഗ, യമുന, ഗോദാവരി, കൃഷ്ണ. പിന്നെ നോക്കുകയാണെങ്കിൽ ഗോദാവരി, കൃഷ്ണ, ഗംഗ, യമുന. ലാസ്റ്റ് ഓപ്ഷൻ ഗോദാവരി, ഗംഗ, കൃഷ്ണ, യമുന. അപ്പോൾ നമ്മളെ കറക്റ്റ് ആൻസർ വരുന്നത് ഗംഗ, ഗോദാവരി, കൃഷ്ണ, യമുന. അപ്പോൾ നമുക്കിത് പഠിക്കാനുള്ള എളുപ്പത്തിന് ആൽഫബറ്റിക് ഓർഡറിൽ ഓർത്ത് വെച്ചാൽ മതി. ആദ്യം G വന്നു, പിന്നെ K വന്നു, പിന്നെ Y വന്നു. അതിപ്പോൾ Gൻ്റെ നോക്കുമ്പോൾ ആദ്യം A വന്നു, പിന്നെ O വന്നു. അപ്പോൾ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ ഈ സീക്വൻസിലാണ് ഇതിൻ്റെ ലെങ്ത് പോകുന്നത് നമുക്ക് ഓർത്ത് വെക്കാം. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ ഗംഗയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2525 കിലോമീറ്ററാണ് അത് ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇതൊരു ട്രാൻസ് ബൗണ്ടറി റിവറാണ്. അത് ഇന്ത്യയും ബംഗ്ലാദേശിനെയും കണക്ട് ചെയ്തിട്ടാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം ഒറിജിൻ എന്ന് പറയുന്നത് എന്താ, ഹിമാലയത്തിലെ വെസ്റ്റേൺ റീജിയനെ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേസിയറിലാണ് ഈ ഗംഗ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ പറയുകയാണെങ്കിൽ അത് ബേ ഓഫ് ബംഗാളിലാണ് ചെന്ന് പതിക്കുന്നത്. അതുപോലെ ഇതിന് കുറേ ട്രിബ്യൂട്ടറി ഉണ്ട്. അതിൽ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിൽ പെടുന്നതാണ് ഗോംതി, ഗണ്ഡക്, ഗംഗ്ര, കോശി, രാംഗംഗ, മഹാനന്ദ. ഇതൊക്കെയാണ് അതിൻ്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് വരുന്നത്. അതുപോലെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നോക്കുകയാണെങ്കിൽ യമുന, സൺ, ദാമോദർ, തംസ, പുൻപുൻ. ഇതൊക്കെയാണ് അതിൻ്റെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത നോക്കുകയാണെങ്കിൽ ഗോദാവരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പെനിൻസുലാറിലെ ഒരു ലാർജസ്റ്റ് റിവർ സിസ്റ്റം തന്നെയാണ് ഗോദാവരിയുടെ. അതുപോലെ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ത്രിംബകേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗോദാവരി റിവർ ഉത്ഭവിക്കുന്നത്. അതുപോലെ അത് 1465 കിലോമീറ്റർ ഒഴുകിയിട്ടാണ് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് പതിക്കുന്നത്. അതുപോലെ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് നോക്കുകയാണെങ്കിൽ പ്രവര, പൂർണ്ണ, മഞ്ചര, പെൻഗംഗ, വാർദ, വാനിംഗംഗ, പ്രൺഹിത, അതുപോലെ ഇന്ദ്രാവതി, മനേർ, സബരി. ഇതൊക്കെയാണ് അതിൻ്റെ ട്രിബ്യൂട്ടറീസ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത നോക്കുകയാണെങ്കിൽ കൃഷ്ണയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് 1400 കിലോമീറ്ററാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇത് ഏരിയ കവർ ചെയ്യുന്നത് വെച്ചാൽ 2,58,948 സ്ക്വയർ കിലോമീറ്ററാണ് ഈ കൃഷ്ണ റിവർ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൃഷ്ണ റിവർ 4th ലാർജസ്റ്റ് റിവറാണ്. ഇന്ത്യയിലെ 4th ലാർജസ്റ്റ് റിവറാണ് കൃഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണക്ക് മുമ്പുള്ള റിവർ എന്ന് പറയുമ്പോൾ ഗംഗ, ഗോദാവരി, ബ്രഹ്മപുത്ര. നമ്മൾ ക്വസ്റ്റ്യനിൽ ബ്രഹ്മപുത്ര പറയുന്നുണ്ടായിരുന്നില്ല. ഗംഗ, ഗോദാവരി, കൃഷ്ണ, യമുനയാണ് പറയുന്നത്. അപ്പോൾ ഈ കൃഷ്ണക്ക് മുമ്പ് വരുന്ന ലെങ്ത് കൂടിയ റിവറാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങി ഈ സ്റ്റേറ്റ്സിലേക്ക് കൂടിയാണ് കൃഷ്ണ റിവർ ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇതിന് ട്രിബ്യൂട്ടറീസ് നോക്കുകയാണെങ്കിൽ കൃഷ്ണയുടെ ട്രിബ്യൂട്ടറി നോക്കുകയാണെങ്കിൽ ഭീമ, തുംഗഭദ്ര, വീണ, പഞ്ചഗംഗ. ഇതൊക്കെയാണ് അതിൻ്റെ ട്രിബ്യൂട്ടറീസ് വരുന്നത്. അതുപോലെ ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഉണ്ട്, അതുപോലെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഉണ്ട്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി നോക്കുകയാണെങ്കിൽ ഭീമ, ദിണ്ടി,
പെഡവാഗു, മൂസി ഇതൊക്കെയാണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി വരുന്നത്. അതുപോലെ റൈറ്റ് ബാങ്ക് നോക്കുവാണെങ്കിൽ കുദലി, വെണ്ണ, കൊയ്ന, പഞ്ചഗംഗ ഇതൊക്കെയാണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് വരുന്നത്. ഇനിയിപ്പം അത് ഒഴുകിച്ചേരുന്നത് എവിടെയാന്ന് നോക്കിയാൽ അത് ബേ ഓഫ് ബംഗാളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. അത് ആന്ധ്രാപ്രദേശിലെ ഹംസൽ ദേവി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് അത് ബേ ഓഫ് ബംഗാളുമായിട്ട് കണക്ട് ചെയ്യുന്ന കൂട്ടിയോജിക്കുന്നത്. ഇനിയിപ്പോൾ അതുപോലെ അതിൻ്റെ ഡ്രെയിനേജ് ബേസിൻ്റെ സ്ക്വയർ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 2,58,948 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ ഡ്രെയിനേജ് ബേസിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത യമുന നോക്കുകയാണെങ്കിൽ യമുന എന്ന് പറയുന്നത് എന്താ ഉത്തരാഖണ്ഡിലെ ഈ ഏരിയയിൽ ഹിമാലയൻ റീജിയനിൽ വരുന്ന ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേസിയറിൽ വെച്ചിട്ടാണ് യമുന റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് 1376 കിലോമീറ്റർ ഒഴുകി അത് ഗംഗയായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. എവിടെ വെച്ചാൽ ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗ്രാജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ഗംഗയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഗംഗ യമുന സംഗമ ഭൂമി എന്ന് പറഞ്ഞാൽ പ്രയാഗ്രാജാണ്. ഇനിയിപ്പം അടുത്ത പറയുകയാണെങ്കിൽ ഇതൊരു ഗംഗയുടെ ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറിയാണ് യമുന എന്ന് പറയുന്നത്. ഇനിയിപ്പം യമുന ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി ഈ സ്ഥലത്തേ കൂടിയാണ് യമുന നദി ഒഴുകുന്നത്. അതുപോലെ തന്നെ യമുന ഒഴുകുന്ന മേജർ സിറ്റീസ് എന്ന് പറഞ്ഞാൽ ആഗ്ര, മധുര, ഡൽഹി, പ്രയാഗ്രാജ് ഇതൊക്കെയാണ് ഗംഗ ഒഴുകുന്ന മേജർ സിറ്റീസ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ ഹൈക്കോർട്ട്. ഓപ്ഷൻസ് നോക്കുകയാണ്. ഇറ്റ് ക്യാൻ ഡീൽ വിത്ത് കേസസ് വിത്തിൻ ദ jurisdiction of the state. It can hear appeals from the lower courts. It can issue various writs for the protection of the fundamental rights. It gives advisory opinion to the President of India. അപ്പോൾ നമ്മൾ ആൻസർ നോക്കിയാൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഗിവ്സ് അഡ്വൈസറി ഒപ്പീനിയൻ ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, ബാക്കി മൂന്നും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ഹൈക്കോടതിനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ലോവർ കോർട്ടിലെ അപ്പീൽസ് എല്ലാം ഹിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് റിട്സ് ഇഷ്യൂ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിട്സ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റേറ്റിലെ ജുറിസ്ഡിക്ഷൻ കേസായിട്ട് അവർക്ക് ഡീൽ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ അണ്ടറിൽ വരുന്ന കോഡ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ബാറ്റിൽ ഓഫ് ബുക്സാർ വാസ് ഫോർട്ട് ബിറ്റ്വീൻ ദ ഫോഴ്സസ് അണ്ടർ ദ കമാൻഡ് ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലെഡ് ബൈ ഹെക്ടർ മുൻറോ ആൻഡ് ദ കമ്പൈൻഡ് ആർമീസ് ഓഫ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മിർജാഫർ, സിറാജുദ്ദൗള, മുഗൾ എംപയർ ഷാ അലാം സെക്കൻഡ്. സെക്കൻഡ് ഓപ്ഷൻ മിർ ഖാസിം, മുഗൾ എംപയർ ഷാ അലാം സെക്കൻഡ്, ഷുജാഉദ് ദൗള ഓഫ് അവധ്. തേർഡ് ഓപ്ഷൻ മിർ ജാഫർ, മുഗൾ എംപയർ ബഹദൂർ ഷാ സെക്കൻഡ്, ഷുജാഉദ് ദൗള. ലാസ്റ്റ് ഓപ്ഷൻ സിറാജുദ് ദൗള, ഷുജാഉദ് ദൗള, മുഗൾ എംപയർ ഷാ അലാം സെക്കൻഡ്. നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനായ മിർ ഖാസിം, മുഗൾ എംപയർ ഷാ അലാം സെക്കൻഡ്, ഷുജാഉദ് ദൗള ഓഫ് അവധ്. ഇതൊക്കെയാണ് ഈ ഒരു ആർമിയുടെ കമ്പൈൻഡ് ആർമി ആയിരുന്നു ആര് ഹെക്ടർ മുൻറോ ആയിട്ട് ഏറ്റുമുട്ടിയത്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 22 ഒക്ടോബർ 1764 ബാറ്റിൽ ഓഫ് ബുക്സാർ നടന്നത്. ആരുമായിട്ടായിരുന്നു? ഹെക്ടർ മുൻറോയും അതുപോലെ കമ്പൈൻഡ് ആർമിയായ മിർ ഖാസിം, ഷാ അലാം സെക്കൻഡ്, ഷുജാഉദ് ദൗള ഇതൊക്കെ തമ്മിലായിരുന്നു ഫോർട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ അതിൽ മിർ ഖാസിം തോക്കുകയും അതിനെ തുടർന്ന് ആര് ഷാ അലാം സെക്കൻഡ് റോബർട്ട് ക്ലൈവുമായിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്തു. ആ ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് അലഹബാദ്. അത് എപ്പോൾ സൈൻ ചെയ്ത് വെച്ചാൽ 12 ഓഗസ്റ്റ് 1765 ട്രീറ്റി ഓഫ് അലഹബാദ് സൈൻ ചെയ്തത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് ഈസ് നോട്ട് റിട്ടൺ ബൈ ദ റസ്കിൻ ബോണ്ട്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ദ റൂം ഓൺ ദ റൂഫ്, ദ ബ്ലൂ അംബ്രല്ല, മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, റോഡ്സ് ടു മുസോറി. അപ്പോൾ ആൻസർ വരുന്നത് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ ആണ്. ബാക്കി മൂന്നും റസ്കിൻ ബോണ്ടിൻ്റെ പുസ്തകങ്ങളാണ്. ഇനി റസ്കിൻ ബോണ്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഇന്ത്യൻ ഓഥറാണ്. അതുപോലെ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഡീസൻറ്റ് കൂടിയാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പിൻഗാമിയായ ഒരു ഇന്ത്യൻ ഓഥറാണ്. അതുപോലെ അദ്ദേഹത്തിന് 1992 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏത് പുസ്തകത്തിനെന്ന് പറഞ്ഞാൽ അവർ ട്രീസ് സ്റ്റിൽ ഗ്രോയിൻ ദേറ. ആ പുസ്തകത്തിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് 1992 കിട്ടിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ബാക്കിയുള്ള പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് പുസ്തകങ്ങളാണ്. ദ ബ്ലൂ അംബ്രല്ല, ദ റൂം ഓൺ ദ റൂഫ്, റോഡ്സ് ടു മുസോറി, ചെറി ട്രീ ആൻഡ് സം ഓഫ് ചെറി ട്രീ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് കുറച്ച് സംഭാവനകൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഓപ്ഷനിൽ കണ്ടു
മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ ആണ് റസ്കിൻ ബോണ്ടിൻ്റെ പുസ്തകമല്ല. അപ്പോൾ അത് ആരുടെ പുസ്തകമാണ്? അഹമ്മദ് സൽമാൻ റുഷീദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പുസ്തകമാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ. അത് 1981 ഇറങ്ങിയ ഒരു നോവലാണ്. അദ്ദേഹം എന്ന് പറയുന്നൊരു ഇന്ത്യൻ ബ്രിട്ടീഷ് റൈറ്ററാണ്. അതുപോലെ ഈ പുസ്തകത്തിൽ അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ കൊളോണിയൽ റൂളിന് ശേഷം വന്ന ഇൻഡിപെൻഡൻസും അതുപോലെ അതിനുശേഷം വരുന്ന പാർട്ടീഷനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യൻ സൊസൈറ്റി, പവർ സ്ട്രഗിൾസ്, ഇതൊക്കെയായിരുന്നു അദ്ദേഹം ആ പുസ്തകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ സർ അഹമ്മദ് സൽമാൻ റുഷ്ദി എന്ന് പറയുന്നത് ഇന്ത്യൻ ബോൺ ബ്രിട്ടീഷ് അമേരിക്കൻ നോവലിസ്റ്റാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള വർക്ക് നോക്കുകയാണെങ്കിൽ ഷെയിം, ദ സറ്റാനിക് വേഴ്സസ് ഹറോൺ ആൻഡ് ദ സീ ഓഫ് സ്റ്റോറീസ്, ദ മൂർസ് ലാസ്റ്റ് സൈ, ദ ഗ്രൗണ്ട് ബെനത്ത് ഹെർ ഫീറ്റ്, ഫറി, ഷാലിമാർ ദ ക്ലൗഡ്, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള വർക്ക്സ്. അപ്പോൾ നമ്മൾ വരാന്ത റൈസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ബേസിക് ക്ലാസ്സസ് ഉണ്ടാവും. എക്സ്പെർട്ട് ഫാക്കൽറ്റി വന്ന് നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ബേസിക് സർക്കിൾസ് ഉണ്ട്. ബേസിക് സർക്കിൾസ് നമ്മൾ 5 or 6 ആളായിട്ടുള്ള കുട്ടികളുടെ ഗ്രൂപ്പായി ഇരുത്തി അവർക്ക് കമ്പൈൻ സ്റ്റഡി പ്രൊമോട്ട് ചെയ്ത് മെൻറ്റർ സപ്പോർട്ടോട് ബേസിക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് വെച്ച് അവർക്ക് എക്സ്ട്രീം സർക്കിൾസിലേക്ക് പാസ് ചെയ്യും. എക്സ്ട്രീം സർക്കിൾസിൽ അവർക്ക് മെൻറ്റർ സപ്പോർട്ടോട് കുറച്ചും കൂടി ഹയർ ലെവൽ മെറ്റീരിയൽ ആയിരിക്കും അവർക്ക് ചെയ്യാൻ കൊടുക്കുന്നുണ്ടാവുക. ഒരു മെയിൻസ് ലെവൽ ക്വസ്റ്റൻസ് ആയിരിക്കും അവർക്ക് ചെയ്യാൻ കൊടുക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് സൂപ്പർ ബാച്ചസ് ഉണ്ട്. സൂപ്പർ ബാച്ചസ് എന്ന് പറയുമ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിരിക്കും. സൂപ്പർ ബാച്ചസ് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമിൻ്റെ 1-2 മാസം മുമ്പായിരിക്കും നമുക്ക് സൂപ്പർ ബാച്ചസ് തുടങ്ങുന്നുണ്ടാവുക. അത് കഴിയുമ്പോൾ റിപ്പ് സെക്ഷൻസ് ഉണ്ട്. റിപ്പ് സെക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ചെയ്ത് നമ്മുടെ സ്പീഡും കൺസിസ്റ്റൻസിയും വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റിപ്പ് സെക്ഷൻസ് കണ്ടക്ട് ചെയ്തത്. അതുപോലെ മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ട്. ഒരു എക്സ്പേർട്ട് പാനലിൻ്റെ അണ്ടറിൽ നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റിൽ മോക്ക് ഇൻ്റർവ്യൂ വെച്ച് നമ്മുടെ കുറച്ചും കൂടി ബെറ്റർ ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഈ വരാന്ത റേസിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിയും ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലേക്ക് കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മളിവിടെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ബാച്ചസ് ഉണ്ട്. അതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഉള്ളതാണ്. ഓഫ്ലൈൻ ക്ലാസ്സസ് സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ NE, AR, NA, MG, HE, LI, MG, K, H, LI, MG, CA, H, LI, NA, K. അപ്പോൾ നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ H, LI, NA, K. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇതൊക്കെയാണ് സെയിം ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം, അതൊക്കെയാണ് ഗ്രൂപ്പ് 1 എലമെൻറ്റിൽ വരുന്നത്. അതുപോലെ ഇതിനെ ആൽക്കലൈ മെറ്റൽസ് എന്നാണ് പറയുന്നത്. ഇതെന്താ പീരിയോഡിക് ടേബിളിലെ S ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് ഈ ആൽക്കലൈ മെറ്റൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ വെരി റിയാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ഓയിൽ, എയർ, വാട്ടർ, ഇതിൽ നിന്നും അടുത്ത് വെക്കാണ്ട് ഇതിനെയൊക്കെ മാറ്റി ദൂരത്തിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. കാരണം അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതുപോലെ ഇത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ആൽക്കലൈൻ സൊല്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് ആൽക്കലൈ മെറ്റൽസ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇനിയിപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡ് സിഗ്നിഫൈസ് കോൾഡ് ക്ലൈമറ്റ് വിത്ത് ഡ്രൈ വിൻറ്റേഴ്സ് അക്കോർഡിംഗ് ടു കോപ്പൻ? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ EF, DF, ET, DW. അപ്പോൾ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് DW ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കോപ്പൻ എന്ത് ചെയ്തു 5 മേജർ ക്ലൈമറ്റിക് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 എന്ന് പറയുന്ന ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടും 1 എന്ന് പറയുന്ന പ്രസിപ്പിറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സായ ACDE എന്ന് പറയുന്നത് ഹ്യൂമിഡ് ക്ലൈമറ്റ്സിനെയും B എന്ന് പറയുന്നത് ഡ്രൈ ക്ലൈമറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സാണ്. അതുപോലെ ഈ ക്ലൈമറ്റിക് ഗ്രൂപ്പിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് സീസണാലിറ്റി ഓഫ് പ്രസിപ്പിറ്റേഷനും അതുപോലെ ടെമ്പറേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നും പറഞ്ഞിട്ട് അതിനെ 2ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈഡ് ചെയ്തതിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റേഴ്സ് വരുമ്പോൾ F, M, W, S ഇതൊക്കെയാണ് സ്മോൾ ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതെന്താ സീസൺസ് ഓഫ് ഡ്രൈനെസ്സിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ F എന്ന് പറയുന്നത് എന്താ നോ ഡ്രൈ സീസണും അതുപോലെ M എന്ന് പറയുന്നത് മൺസൂണിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ W എന്ന് ക്ലൈമറ്റ് വരുമ്പോൾ W എന്ന് പറയുന്നത് വിൻ്റർ ഡ്രൈ സീസണും അതുപോലെ S എന്ന് പറയുന്നത്
സമ്മർ ഡ്രൈ സീസണിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്മോൾ ലെറ്റേഴ്സ് എ ബി സി ഡി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്താ ടെമ്പറേച്ചറിൻ്റെ സിവിയറിറ്റി നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എ ബി സി ഡി എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞ് DW ആണ് എന്താ കോൾഡ് ക്ലൈമറ്റ് വിത്ത് ഡ്രൈ വിൻറ്റേഴ്സിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ മൂൺ കംപ്ലീറ്റ്സ് ഡാഷ് റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ് ആസ് ഇറ്റ് കംപ്ലീറ്റ്സ് 1 റെവല്യൂഷൻ അറൗണ്ട് ദ എർത്ത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 3, 2, 1, 4. ആൻസർ ചെയ്യുന്നത് 3 ആണ്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താ ചന്ദ്രൻ സ്വന്തം അച്ചുകണ്ണിൽ നിന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 27.3 days ആണ് അത് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അതുപോലെ അത് മൂണ് ഭൂമിക്ക് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന ആ ഒരു പാത്തിനെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ചന്ദ്രൻ ഭൂമിക്ക് അടുത്ത് വരുന്ന സമയത്ത് അത് ഭയങ്കര സ്ലോ ആയിട്ടും അതുപോലെ അത് ഭൂമിയിൽ നിന്ന് ദൂരേക്ക് പോകുമ്പം അത് ഭയങ്കര സ്പീഡായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇത് അടുത്ത് വരുന്ന സമയത്ത് 8 ഡിഗ്രി ഈസ്റ്റേൺ സൈഡ് വിസിബിൾ ആയിരിക്കും. അതുപോലെ ഇത് ദൂരേക്ക് പോകുന്ന സമയത്താണെങ്കിൽ 8 ഡിഗ്രി വെസ്റ്റേൺ സൈഡും ആയിരിക്കും വിസിബിൾ ആയിട്ട് ഉണ്ടാവുക. ഇനി മൂണിൻ്റെ കുറച്ച് ഫേസസ് നോക്കുകയാണെങ്കിൽ ന്യൂ മൂൺ, ഫുൾ മൂൺ, ക്രസൻറ്റ് മൂൺ, ഗിബോസ് മൂൺ, ഇങ്ങനെ 4 ഫേസസ് ഉണ്ട്. അതിൽ ന്യൂ മൂൺ എന്ന് പറയുന്നത് എന്താ മൂൺ ഈസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. സൂര്യൻ്റെയും ഭൂമിയുടെയും നടുക്കായിട്ടായിരിക്കും ചന്ദ്രൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രനെ കാണാൻ പറ്റില്ല, അത് ഇൻവിസിബിൾ ആയിരിക്കും. അതുപോലെ ഫുൾ മൂൺ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പുള്ള മൂണാണ് ഫുൾ മൂൺ എന്ന് പറയുന്നത്. ഇനി ക്രസൻറ്റ് മൂൺ എന്ന് പറയുകയാണെങ്കിൽ എന്താ ഈ ഫുൾ മൂണിൻ്റെയും ന്യൂ മൂണിൻ്റെയും നടുക്കുള്ള ആ ഒരു ഘട്ടത്തിലുള്ള സ്റ്റേജിനെയാണ് ക്രസൻറ്റ് മൂൺ എന്ന് പറയുന്നത്, ചന്ദ്രക്കല. അതുപോലെ ഗിബോസ് മൂൺ എന്ന് പറഞ്ഞാൽ ന്യൂ മൂണിൻ്റെയും ഹാഫ് മൂണിൻ്റെയും നടുക്ക് വരുന്ന ഏരിയനെ ഗിബോസ് മൂൺ എന്നും പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 9th ക്വസ്റ്റ്യൻ എ ഫിബ സാങ്ഷൻ ഗെയിം ഓഫ് ബാസ്കറ്റ്ബോൾ ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 4 quarters of 15 minutes each, 2 halves of 30 minutes each, 4 quarters of 10 minutes each, 2 halves of 25 minutes each. ആൻസർ വരുന്നത് 4 quarters of 10 minutes each ആണ്. അപ്പോൾ ഫിബേൻ്റെ ഇത് പറഞ്ഞു ടോട്ടൽ 40 മിനിറ്റുള്ള ഗെയിമാണ്. അതിന് 4 ക്വാർട്ടറിൽ 10 മിനിറ്റ്സ്, ഒരു ക്വാർട്ടറിൽ 10 മിനിറ്റ് വെച്ചിട്ട് 4 ക്വാർട്ടേഴ്സ് ആക്കിയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫസ്റ്റും തേർഡും ക്വാർട്ടർ കഴിഞ്ഞാൽ ഒരു 2 minutes ബ്രേക്കും, അതുപോലെ തന്നെ സെക്കൻഡ് ക്വാർട്ടർ കഴിയുമ്പോൾ ഒരു 15 minute ഹാഫ് ടൈം ബ്രേക്കും ഇതിന് കൊടുക്കാറുണ്ട്. ഇനി ഫിബേനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഇൻ്റർനാഷണൽ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ആണ്. അതുപോലെ ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഇൻ്റർനാഷണലി ഡേ ബാസ്കറ്റ്ബോൾ അമച്ചർ എന്നായിരുന്നു പേര്. അതിന് 1989 ഈ അമച്ചർ എന്നുള്ള വേർഡ് റിമൂവ് ചെയ്തെങ്കിലും പക്ഷെ ഫിബേന്ന് അത് മാറ്റിയിട്ടില്ല. ഇനി ഈ ഫിബയാണ് ബാസ്കറ്റ്ബോളിലുള്ള റൂൾസും റെഗുലേഷൻസും ഔട്ട്ലൈൻസ് എല്ലാം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 213 പബ്ലിക് കൊലേഷൻസ് കൂടിയതായിരുന്നു ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ 1989 തുടങ്ങിയ ഓർഗനൈസേഷൻ 5 സോൺസ് ആയിട്ടാണ് ഉള്ളത്. ഏതൊക്കെയാ? ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ, യൂറോപ്പ്, ഓഷ്യേനിയ, ഇതൊക്കെയാണ് 5 സോൺസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻ പ്ലേസസ് ദ ഗ്രൗണ്ട് വാട്ടർ ഈസ് സ്റ്റോർഡ് ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് ഹാർഡ് റോക്ക് ബിലോ ദ വാട്ടർ ടേബിൾ. ദിസ് ഈസ് നോൺ ആസ് ആൻഡ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മോണ്ട്, ലേക്ക്, വെൽ, അക്വിഫയർ. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നത് അക്വിഫയർ ആണ്. അക്വിഫയർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു അണ്ടർഗ്രൗണ്ട് ലെയർ ആണ്. ഇതെന്താ പോറസ് റോക്സും പെർമിയബിൾ റോക്സും ആയിട്ട് കൺസിസ്റ്റ് ചെയ്തതാണ് ഈ അണ്ടർഗ്രൗണ്ട് ലെയർ എന്ന് പറഞ്ഞത്. അതുപോലെ അതിൽ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു പോറസ് ഓർ പെർമിയബിൾ റോക്ക് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് സാൻഡ്, ഗ്രാവൽ, സിൽറ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പോറസ് ഓർ പെർമിയബിൾ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന റെയിൻ വാട്ടർ സോയിൽ വഴി അത് താഴോട്ട് പോയി ഈ ഗ്രൗണ്ട് വാട്ടറായിട്ട് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് പിന്നെ വെൽസിലും സ്പ്രിങ്സും വഴി റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ വെല്ല് വെച്ചിട്ടും ഇതിനെ എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തെടുക്കാം. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ അക്വിഫയർ ആൻഡ് ദർ പ്രോപ്പർട്ടീൻ്റെ സ്റ്റഡിയെ പറയുന്ന പേരാണ് ഹൈഡ്രോജിയോളജി. ഹൈഡ്രോജിയോളജി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റഡി ഓഫ് ഗ്രൗണ്ട് വാട്ടർ അക്വിഫയർ ആൻഡ് ദർ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റിനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റിനും കൂടി നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് നോക്കിപ്പോയാൽ ഇപ്രാവശ്യത്തെ CPO തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ
അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ താങ്ക് യു.